പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളോട് അല്പം ദൈവദിനത്തിൻ്റെ ഒരു വചനം വായിക്കുന്നു. നമുക്കല്പം കാര്യങ്ങളെ ദൈവവചനത്തിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അതിനെ ഞാൻ ബൈബിളിൽ ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 141 3 വാക്യം ഞാൻ വായിക്കുന്നു. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. എൻ്റെ അധരദ്വാരം കാക്കണമേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ട് നാം സംസാരിക്കുന്ന ഓരോ വാക്കുകൾ, അതിനെപ്പറ്റിയാണ് അല്പം ദൈവജനത്തോട് ഞാൻ പറയാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സദൃശ്യവാക്യങ്ങൾ 13-2-3 വാക്യങ്ങൾ വായിക്കുന്നു. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നാവ് അത് വളരെ വൻകാര്യങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ദോഷകാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ നാവ്. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മുടെ നാവ് കൊണ്ട് നാം മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കണം. ആ നല്ല വാക്കുകൾ നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കും. അല്ല, നാം തിന്മയാണ് പറയുന്നതെങ്കിൽ തിന്മ അനുഭവിക്കും. അതാണ് പറയുന്നത്, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെയെന്ന്. ദ്രോഹികളായി നടക്കുന്നവർ, അവരുടെ സംസാരങ്ങൾ അത് ഒരു ദ്രോഹമായിട്ടാണ്, അവർക്ക് അതൊരു സാഹസമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. നമ്മുടെ വായെ കാക്കുന്നത് നമ്മുടെ പ്രാണനെ സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. അത് നമ്മുടെ പ്രാണനെയാണ് സൂക്ഷിക്കുന്നത്, നമ്മുടെ ജീവനെയാണ് സൂക്ഷിക്കുന്നത്. അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. നമ്മുടെ വാ കൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത വാക്കുകൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ നാം സംസാരിച്ചാൽ അത് നാം ചിന്തിക്കണം, നമുക്ക് തന്നെ നാശമാണ് വരുത്തി വെക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ആദരം കൊണ്ട് നാം മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വചനങ്ങളെ, നല്ല വാക്കുകളെ, സ്നേഹത്തിൻ്റെ വാക്കുകളെ വേണം നാം മറ്റുള്ളവരോട് സംസാരിക്കാൻ. ദോഷമായിട്ടൊന്നും നമ്മുടെ നാവ് കൊണ്ട് നാം സംസാരിക്കരുത്. പ്രിയ ദൈവമക്കളെ, വചനം നമുക്കൊന്നുകൂടെ നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 6-ാം വാക്യവും നമുക്ക് നോക്കാം. ഇപ്രകാരം നമുക്കതിൽ കാണാൻ കഴിയുന്നത്, അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചെറിയ അവയവമെങ്കിലും അത് ചെയ്യുന്നത് വളരെ വമ്പ് പറയുന്നു. നമ്മുടെ നാവ് കൊണ്ട് വമ്പ് പറയരുത്, ദോഷം പറയരുത്, ദൈവഹിതമില്ലാത്ത വാക്കുകൾ സംസാരിക്കരുത്, ദോഷകരമായ വാക്ക് നാം സംസാരിക്കരുത്. അത് കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവ് ഒരു തീ തന്നെയാണ്. അത് ഒരു ചെറിയ അല്പം തീ മതി ഒരു വലിയ കാട് കത്താൻ. അത് ഒരു ചെറിയ ഒരു തീ കൊണ്ട് വലിയ കാട് കത്തി നശിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ നാവ് ഒരു തീ തന്നെയാണെന്ന്. നമ്മുടെ നാവ്
നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാവണം, മറ്റുള്ളവർക്കൊരു സന്തോഷം, ഒരു സമാധാനം കൊടുക്കുന്നതായിരിക്കണം. ഈ തീ പോലെ നമ്മുടെ നാവ്, നമ്മുടെ സംസാരം ആവരുത് പ്രിയ ദൈവമക്കളെ. നമ്മുടെ നാവുകൾ എപ്പോഴും കൃപയോടുകൂടി ആയിരിക്കണം. അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോഹമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാവ് എപ്പോഴും നാം വളരെ സൂക്ഷിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവചക്രത്തിന് പോലും ദോഷം ചെയ്യുന്ന രീതിയിൽ നാം അത് നമ്മുടെ നാവിനെ ഉപയോഗിക്കരുത് എന്നാണ് തിരുവചനം പറയുന്നത്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ാമത്തെയും വാക്യം ഇപ്രകാരം പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവൻ തൃപ്തി വരുമെന്ന്. വായുടെ ഫലത്താൽ നമ്മുടെ ഓരോ വാക്കുകളും, നമ്മുടെ സംസാരം, അത് 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 മനുഷ്യൻ്റെ ഉദരം നിറയും. നാം മറ്റുള്ളവരോട് നല്ല വാക്കുകളെ സംസാരിച്ച്, നല്ല ദൈവവചനം പറഞ്ഞു കൊടുത്ത്, അവരോട് സന്തോഷമാവുന്ന രീതിയിൽ അവർക്ക് സമാധാന വാക്കുകൾ പറഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് വളരെ ആശ്വാസമാകും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവൻ തൃപ്തി വരുമെന്ന്. അധരങ്ങളുടെ വിളവ് കൊണ്ട്, അധരങ്ങൾ നമ്മുടെ വാ കൊണ്ട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും അത് ആ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു തൃപ്തിയാവണം. ഒരു കൃഷിക്കാരന് അവൻ്റെ കൃഷിയിടത്തിൽ അവൻ വേല ചെയ്ത് അതെടുക്കുമ്പോൾ അത് കണ്ട് അവൻ തൃപ്തി പ്രാപിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു തൃപ്തിയായി, ഒരു സമാധാനമായി, ഒരു അനുഗ്രഹമായി, ഒരു സന്തോഷമായി തീരണം. ദൈവമക്കളെ, നമ്മുടെ നാവ് കൊണ്ട് ആർക്കും നാം ദോഷം പറയരുത്. അടുത്ത വാക്യം പറയുന്നത്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ നാവ് കൊണ്ട് നാം ശാപവാക്കുകൾ ആരെയും പറയരുത്. നാം മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതായ ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വീഴരുത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നാം എന്തു പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറ്റുള്ളവരോട് ശാപവാക്കുകൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ ആവശ്യമില്ലാത്തത് മറ്റുള്ളവരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ വേദനയാകുകയാണെങ്കിൽ ഒരു വാക്ക് മതി അത് മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ. അല്ല, മറ്റുള്ളവരോട് നാം സ്നേഹം, വളരെ നിരാശയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന, ഒരു ആശ്വാസ വാക്കുപോലും കിട്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നാം കിട്ടുകയാണെങ്കിൽ, ആ ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിഷമം എന്താണ്, ഭാരം എന്താണ് എന്ന് നാം മനസ്സിലാക്കി ആ വ്യക്തിയോട് നല്ല വചനങ്ങളെ, നല്ല വാക്കുകളെ സംസാരിക്കുമ്പോൾ അവൻ ജീവനിലേക്ക്, അവൻ നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ജീവനിലേക്ക് അവൻ മടങ്ങി വരും. അതാണ് നമ്മുടെ നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും അത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്നാണ് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ട് നാം ആകാത്തത്, മറ്റുള്ളവർക്ക് ഭാരം വരുന്നത്, മറ്റുള്ളവർക്ക് നിരാശ വരുന്ന ഒരു വാക്കുപോലും നമ്മുടെ നാവിൽ നിന്ന് പറയാൻ പാടില്ല. ദൈവമക്കളെ, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്നാണ്. നാം നല്ലത് ദൈവമക്കളോട് പറഞ്ഞാൽ, നല്ലത് തന്നെ നാം അനുഭവിക്കും. തിന്മ പറഞ്ഞാൽ തിന്മ തന്നെ നാം അനുഭവിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ അവൻ്റെ ദുഷ്ടഹൃദയത്തിൽ നിന്നും അവൻ ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നതെന്ന് നാം വളരെ ചിന്തിക്കേണ്ടതാണ്. നല്ല മനുഷ്യനായ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ലത് പുറപ്പെടണം. നാം മറ്റുള്ളവരോട് നല്ലത് പറയണം.
അത് ഒരു ദൈവാത്മാവ് ഉള്ള ഒരു വ്യക്തിയിലേ അത് പറയാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ അവൻ്റെ ആ നല്ല ഹൃദയത്തിൽ നിന്ന് അവൻ നല്ലത് സംസാരിക്കും. അല്ല, ഒരു ദുഷ്ടമനുഷ്യനാ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ പോകുന്ന ഒരു ദുഷ്ടമനുഷ്യനാണെന്നേ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടവാക്കുകളെ വരുത്തുള്ളൂ. ആ ദുഷ്ടവാക്കുകൾ പറഞ്ഞാൽ അത് അവന് വേദനയാവും. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്ത് വിചാരിക്കുന്നു അത് തന്നെയാണ് നമ്മുടെ വാ പ്രസ്താവിക്കുന്നതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പറയുന്ന പോലെ നമ്മൾക്ക് കേൾക്കാൻ വേഗതയും പറവാൻ താമസം എന്ന് പറയുന്ന പോലെ നാം കേൾക്കുന്ന കാര്യം തിരിച്ച് മറുപടി പറയുന്നത് നാം ആലോചിച്ച് സമാധാനമായി നാം പറയാൻ പ്രത്യേകിച്ച് ദൈവമക്കൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവമക്കൾക്ക് എന്തും പറയാം എന്ന് ആരും വിചാരിക്കരുത്. സദൃശവാക്യങ്ങൾ എബ്രായ ലേഖനം എബ്രായർ 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിനും അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക എന്ന്. ഒരു ദൈവവേദൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? അവൻ്റെ അധരഫലം എന്താണ് വരേണ്ടത്? അവന് സ്തോത്രയാഗമാണ് അവൻ്റെ നാവിൽ ഇടപെടാതെ അർപ്പിക്കേണ്ടത്. അവൻ സ്തോത്രയാഗം എപ്പോഴും അർപ്പിക്കണം. ആ ദൈവാത്മാവുള്ളവനെ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ നാവിൽ എപ്പോഴും വരുന്നത് സ്തോത്രയാഗം മാത്രമാണ്. നാമും അപ്രകാരം മാത്രമാണ് ചെയ്യേണ്ടത്. ഒരു വാക്യം കൊണ്ട് നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകുമെന്ന്. തൻ്റെ വായുടെ ഫലത്താൽ അവൻ്റെ വായിൽ നിന്ന് എന്തു പുറപ്പെടുന്നു, അവൻ നന്മയാണോ പുറപ്പെടുന്നത് എങ്കിൽ അവൻ നന്മ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടുമെന്ന്. നമ്മുടെ വാ കൊണ്ട് നാം നന്മ പ്രവർത്തിച്ചാൽ, നന്മ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കും. അല്ല, നാം തിന്മയാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത്, തിന്മയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും നാം തിന്മ അനുഭവിക്കും. അത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. ഒരാൾ മാത്രമല്ല, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നാം വെളിപ്പെടേണ്ടതാണെന്നുള്ള കാര്യം നാം ഈ ജീവിതയാത്രയിൽ നാം മറന്നു പോകരുത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവമക്കളെന്ന് വിചാരിക്കുക, നമുക്ക് എന്തും നമ്മുടെ വാ കൊണ്ട് സംസാരിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ വാക്കുകളെല്ലാം, നമ്മുടെ ഓരോ വാക്കുകളും ദൈവകൃപയോട് കൂടെ ആയിരിക്കണം. ദൈവകൃപ ആർക്കാണുള്ളത്? തിരുവചനം പറയുന്നത് താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നാം താഴ്മയോടുകൂടി നാം നടക്കുന്നവരായി, ദൈവാത്മാവ് നമ്മെ നയിക്കുന്നവരായി, ഹൃദയത്തിൽ നാം നല്ലത് പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ നന്മ പറഞ്ഞ്, നല്ല കാര്യങ്ങളെ പറഞ്ഞ്, നല്ലത് തന്നെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നല്ലത് തന്നെ പ്രവർത്തിച്ചും കാണിക്കണം, മറ്റുള്ളവർക്കൊരു മാതൃകാ ജീവിതമായി. പ്രിയ ദൈവമക്കളെ, വിശ്വാസികളെന്ന് പറഞ്ഞുകൊണ്ടായില്ല, നമ്മുടെ ജീവിതം നല്ല രീതിയിലാണെന്ന് മറ്റുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് എല്ലാം നാം നന്മ തന്നെ ചെയ്ത് കാണിക്കണം. മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക, ദൈവവചനം പറഞ്ഞു കൊടുക്കുക. അതിനെല്ലാം ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ ദാവീദ് പ്രാർത്ഥിച്ച പോലെ ദൈവത്തിൻ്റെ നമുക്കും ദൈവത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവഹിതമില്ലാത്ത ഒരു വാക്കുപോലും നമ്മുടെ നാവിൽ നിന്ന് വീഴാതെ മറ്റുള്ളവരോട് സ്നേഹിച്ച് നല്ല വാക്കുകളെ പറഞ്ഞ് നാശത്തിലേക്ക് പോകുന്നവരെ അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമ്മുടെ ഓരോ വാക്കും അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ആമീൻ.